ഈ 100 റാങ്ക് ഡിസൈഡിംഗ് ഏരിയാസ് വീക്ക്ലി ടെസ്റ്റ് സീരീസ് ഉണ്ടാകും. പിന്നെ മന്ത്ലി ടെസ്റ്റ് സീരീസ് OMR ബേസ്ഡ് നിങ്ങളുടെ റാങ്ക് ഫയൽ ഉണ്ട്. സോ ഇത് നമ്മള് വെൽക്കം ടു എഡ്യൂസ് അക്കാഡമി. അപ്പൊ നമ്മുടെ കേരള PSC DME സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? സോ ഡിസംബർ 16 തിങ്കളാഴ്ചയാണ് നമുക്ക് അത് അപ്ലൈ ചെയ്ത് തുടങ്ങേണ്ട ഡേറ്റ് അല്ലേ? സോ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് 16 വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ അതിനു മുന്നേ ജസ്റ്റ് ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് എഡ്യൂസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. യെസ്, അതായത് കേരള PSC DME സ്റ്റാഫ് നഴ്സ് അതിന്റെ ജോലി സാധ്യതകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലെ? അതായത് 1000-ലധികം വേക്കൻസീസ് ആണ് നമ്മൾ ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല മെഡിക്കൽ കോളേജ്, അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിൽ 1.5 ലക്ഷം രൂപയിലേറെ സാലറി മേടിച്ച് നമുക്ക് നാട്ടിൽ തന്നെ, നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ, കൊച്ചു കേരളത്തിൽ തന്നെ ജോലി ചെയ്യാനൊരു അവസരമാണ് കേരള PSC DME വഴി നമുക്ക് നൽകാനായിട്ട് പോകുന്നത്. സോ അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോലിയാണ് അല്ലേ? അതായത് ഇപ്പം വിദേശ രാജ്യങ്ങളായ UK പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ജോലി തേടി പോകാനുള്ള സാധ്യത കുറഞ്ഞിരിക്കുന്ന ഈ അവസ്ഥയിൽ നമുക്ക് കേരളത്തിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ജോലി ചെയ്യാൻ ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ കേരള PSCയുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാം എന്നുള്ളത്. സോ നമുക്ക് അതിന് ജോലി ലഭിക്കാനായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് എക്സാം, അതിന് വരുന്ന കേരള PSCയുടെ എക്സാമിനേഷൻ നമുക്ക് ഉന്നത വിജയത്തോടെ അല്ലെങ്കിൽ ഉന്നത മാർക്ക് മേടിച്ച് ജയിക്കണം അല്ലെ? സോ ജയിക്കണമെങ്കിൽ നല്ലൊരു പ്രിപ്പറേഷൻ വേണം, നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ വേണം, നല്ല രീതിയിലുള്ള മാർഗനിർദ്ദേശം വേണം അല്ലെ? സോ അതിനു വേണ്ടിയുള്ള ഒരു സഹായവുമായിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങളെ എക്യൂപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശവുമായിട്ടാണ് എഡ്യൂസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതെ, ഞങ്ങള് പുതിയ ബാച്ച് കേരള PSC DME സ്റ്റാഫ് നഴ്സിംഗിന്റെ കോച്ചിങ്ങിനായിട്ട് പുതിയ ബാച്ച് ഈ ഡിസംബർ 16 അതായത് വരുന്ന തിങ്കളാഴ്ച തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമ്മുടെ കോഴ്സിന്റെ ഹൈലൈറ്റ്സ് എന്താണ്? നമ്മൾ ഏത് രീതിയിലാണ് നിങ്ങളെ ട്രെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അതായത് മാറി വരുന്ന എക്സാം പാറ്റേൺ അല്ലെ? പലതരത്തിലുള്ള ചേഞ്ചസ് നമ്മുടെ എക്സാം പാറ്റേണിൽ വന്നിട്ടുണ്ട്. സോ അതിനെ എങ്ങനെ എഫക്റ്റീവായിട്ട്, വളരെ എഫക്റ്റീവായിട്ട് ആ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെ നമുക്ക്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളെ കൃത്യമായിട്ട് ആ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങളെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറയാം. സോ നമ്മുടെ ഒരു റെഗുലർ ബാച്ച്, റെഗുലർ ബാച്ചിൽ അഡ്മിഷൻ നേടുന്ന സ്റ്റുഡൻസിന് നമ്മൾ എന്തൊക്കെയാണ്, നമ്മൾ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്? സോ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ മെയിൻ കോഴ്സ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ റാങ്ക് ബൂസ്റ്റർ പാക്ക് ഉണ്ട്, അതിനോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ഉണ്ട്. സോ ഇത് നമ്മള് ഈ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി പാക്കേജ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അഡ്മിഷൻ എടുക്കുന്ന അതായത് ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ 200 കുട്ടികൾക്കാണ്, അല്ലെങ്കിൽ 200 കാൻഡിഡേറ്റ്സിനാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ നമ്മുടെ ഓരോന്നിന്റെയും ഹൈലൈറ്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ മെയിൻ കോഴ്സ് അല്ലെ? നമ്മുടെ മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോച്ചിങ് ഏത് രീതിയിലാണ്, ഏതൊക്കെ ഏരിയാസ് കവർ ചെയ്തിട്ടായിരിക്കും നമ്മുടെ കോച്ചിങ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. യെസ്, ഡീറ്റെയിൽഡ് തിയറി ക്ലാസ്സസ്, അതായത് ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പല എക്സാംസും ക്രാക്ക് ചെയ്തിട്ടുള്ള ഫാക്കൽറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തിയറി ക്ലാസ്സസ് കവർ ചെയ്യുന്നത്. അതുകൂടാതെ അനിമേറ്റഡ് ക്ലാസ്, അതായത് നമ്മൾ കേട്ട് പഠിക്കുന്നതിലൂടെ കണ്ടു പഠിക്കുക. അപ്പം നമ്മുടെ 2 സെൻസസ് ഒരേ പ്രാവശ്യം ട്രിഗർ ആവുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് കഴിയുന്നു. നമ്മൾ പഠിക്കുന്ന കാര്യം നമുക്ക് കൂടുതൽ നേരം നമ്മുടെ മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യും. നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും വളരെ ഈസി ആയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്യുവാനായിട്ട് കഴിയും അല്ലെ? അതിനോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നു, റെക്കോർഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ പീരിയോഡിക് റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മുടെ ഒരു വാസ്റ്റ് സിലബസ് ആണ് നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത് അല്ലെ? അപ്പോ ആ സിലബസ് ഫുൾ എൻറ്റയർ ആയിട്ട് കവർ ചെയ്യണമെങ്കിൽ, സിസ്റ്റമാറ്റിക് ആയിട്ട് കവർ ചെയ്യണമെങ്കിൽ പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ കൃത്യമായിട്ടുള്ള റിവിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ ടെസ്റ്റ് സീരീസ്, അതായത് ഡെയിലി ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അതായത് ഓരോ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ഡെയിലി ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യും. നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് അറിയുന്നതിനായിട്ട് വീക്ക്ലി ടെസ്റ്റ് സീരീസ് ഉണ്ടാകും. പിന്നെ മന്ത്ലി ടെസ്റ്റ് സീരീസ് OMR ബേസ്ഡ്. നിങ്ങളുടെ എക്സാംസ് എങ്ങനെയായിരിക്കും? OMR ബേസ്ഡ് എക്സാംസ് ആയിരിക്കും അല്ലെ? സോ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ മന്ത്ലി ടെസ്റ്റ് OMR ബേസിസിൽ തന്നെ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന സ്കോർ ഞങ്ങൾ ഗ്രേഡിങ്ങിനായിട്ട് യൂസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ബാക്കിയുള്ള സ്റ്റുഡൻസുമായിട്ട് എന്റെ ലെവൽ എവിടെയാണ് എന്നുള്ളത് കമ്പയർ ചെയ്യാനായിട്ട് കഴിയും. അതുകൂടാതെ
ഞങ്ങൾ ഒരുക്കുന്നു മെന്റർ സപ്പോർട്ട്. അതായത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, എന്ത് സംശയം ഉണ്ടെങ്കിലും, എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നിങ്ങളെ സഹായിക്കാനായിട്ട് മെന്റേഴ്സിന്റെ സാന്നിധ്യം ഉണ്ടാകും. അതുകൂടാതെ തന്നെ പീരിയോഡിക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും പറഞ്ഞു പോകുന്ന രീതിയല്ല. ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് അതിന്റെ ആൻസറിലേക്ക് എത്തുന്നു, അതിന്റെ റാഷണൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അത് മാത്രമല്ല അതിന്റെ ഡിസ്ട്രാക്ടേഴ്സ്, പണ്ടായിരുന്നു ഓപ്ഷൻസ് പറയുക, ഇപ്പൊ എന്താണ് ഡിസ്ട്രാക്ടേഴ്സ് അല്ലെ. സോ ആ ഡിസ്ട്രാക്ടേഴ്സ് എന്തുകൊണ്ട് ആൻസർ ആയില്ല എന്ന് പറയുന്നു. ആ ഡിസ്ട്രാക്ടേഴ്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു പോകുന്നു. സോ അത്രയും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മുടെ മെയിൻ കോഴ്സ് പാക്കേജ് കവർ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഞങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ നൽകുന്നു റാങ്ക് ബൂസ്റ്റർ പാക്ക്. എന്താണ് റാങ്ക് ബൂസ്റ്റർ പാക്ക്? അതായത് നിങ്ങളുടെ റാങ്ക് ബൂസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശവുമായിട്ടാണ് നമ്മൾ റാങ്ക് ബൂസ്റ്റർ പാക്ക് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് തരുന്നത്. സോ അതിന്റെ അട്രാക്റ്റീവ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകിച്ചുള്ള ഫീച്ചേഴ്സ് എന്താണ്? First thing is a special discussion of 100 rank deciding areas. അതായത് എക്സ്പേർട്ട് ഫാക്കൽറ്റി പല എക്സാംസും ക്ലിയർ ആയിട്ടുള്ള, അതായത് PSC യുടെ തന്നെ പല എക്സാംസും ക്ലിയർ ചെയ്തിട്ടുള്ള എക്സ്പേർട്ട് ഫാക്കൽറ്റി അവർ ഡിസൈൻ ചെയ്ത ഒരു കോഴ്സ് ആണ് ഈ 100 റാങ്ക് ഡിസൈഡിങ് ഏരിയാസ്. അവിടെ നിന്ന് അത്രയും ഏരിയാസ് നമ്മൾ ഹാൻഡ് പിക്ക് ആയിട്ട് ചൂസ് ചെയ്യുന്ന ഏരിയാസ് ആയിരിക്കും. സോ ആ ഏരിയാസിൽ നിന്ന് നമ്മൾ ടോപ്പിക്സ് എടുക്കുന്നു, ടോപ്പിക്സിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നു. അവിടെ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് വളരെ നമുക്ക് ഓർത്തിരിക്കാൻ പാകത്തിന് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നു. സോ മിനിമം ഒരു 100 റാങ്ക് ഡിസൈഡിങ് ഏരിയാസ് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നു. അതുകൂടാതെ തന്നെ ബണ്ടിൽസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് മതി വരാവുന്നിടത്തോളം സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരുന്നു. ദെൻ ബണ്ടിൽസ് ഓഫ് എക്സാം സീരീസ്, ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് എക്സാം സീരീസ് തരുന്നു. അതുകൂടാതെ ബണ്ടിൽസ് ഓഫ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, നമ്മൾ എക്സാമിന് നമ്മുടെ PSC ഫൈനൽ എക്സാമിന് അപ്പിയർ ചെയ്യുന്നത് പോലെ നമുക്ക് OMR ബേസ്ഡ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് കഴിയുന്നു. അതുകൂടാതെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ, അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇന്ററാക്റ്റീവ് സെഷൻ വഴിയായിരിക്കും ഞങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ റെഗുലറായി നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് നൽകുന്നത്. അതുകൂടാതെ വേറൊരു അട്രാക്ഷൻ ആണ് റാങ്ക് ഫയൽ. എന്താണ് റാങ്ക് ഫയൽ? അതായത് നമ്മുടെ ഓരോ സബ്ജക്റ്റും സിലബസ് അനുസരിച്ച് വളരെ വിദഗ്ധരായ നമ്മുടെ ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള റാങ്ക് ഫയൽ ആണ്. അതൊരു മൊഡ്യൂൾ ആയിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരിക. അതായത് സെറ്റ് ഓഫ് 6 മൊഡ്യൂൾസ്, 6 മൊഡ്യൂൾസ് ആയിട്ടായിരിക്കും അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിക്കുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ഏരിയാസും കവർ ചെയ്ത് വരുന്ന തരത്തിലുള്ള ഒരു റാങ്ക് ഫയൽ ആയിരിക്കും. റാങ്ക് ഫയലിന്റെ കൂടെ എന്താണ്, ഓരോ സബ്ജക്റ്റും ഓരോ യൂണിറ്റ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യും. അതുകൂടാതെ തന്നെ അവിടെ നിന്നുള്ള പ്രോബബിൾ ക്വസ്റ്റ്യൻസ്, അതിന്റെ ആൻസേഴ്സ്, റാഷണൽസ് ഇതെല്ലാം ഉൾപ്പെടുത്തി, അതുകൂടാതെ തന്നെ ഓരോ യൂണിറ്റും കഴിയുമ്പോൾ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ടു പ്രാക്ടീസ് ഫോർ ദ എക്സാംസ്. അതായത് നമ്മുടെ ഓരോ യൂണിറ്റ്സും കഴിയുമ്പോഴത്തേക്ക് എക്സാംസിന് പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും ഞങ്ങൾ ഈ റാങ്ക് ഫയലിൽ നിങ്ങൾക്ക് നൽകുന്നു. സോ നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ എക്സാമിനേഷന് വേണ്ടി ഇനി നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മിനിമം ഒരു 6 മാസം നമുക്ക് പ്രിപ്പറേഷൻ ടൈം കിട്ടുമായിരിക്കും. സോ അത്രയും പ്രിപ്പറേഷൻ ടൈം വളരെ നന്നായിട്ട്, വളരെ ഇഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതാണ് നിങ്ങളുടെ ജോലി അല്ലെ. നമ്മൾ ഇത്രയും നാൾ പഠിപ്പിച്ച നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം അല്ലെ. സോ നന്നായിട്ട് നമ്മൾ പഠിക്കുക, മാക്സിമം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അതുകൂടാതെ നമുക്ക് നമ്മുടെ കുടുംബത്തെ വളരെ ഭംഗിയായിട്ട്, വളരെ മാന്യമായിട്ട് നോക്കണം അല്ലെ. സോ അതിനുവേണ്ടി വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളെ പരീക്ഷ എഴുതുന്ന രീതിയിൽ, പരീക്ഷ നല്ല രീതിയിൽ എഴുതിക്കാനായിട്ട് എഡ്യൂസ് അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ, നിങ്ങളുടെ ഒരു സീറ്റ് ഉറപ്പിച്ചോളൂ. അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വിജയ ആശംസകൾ.